ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ പോലുള്ള ചുരിദാർ മെറ്റീരിയലാണ്. 3 പീസിൻ്റെ ക്ലോത്താണ്, മെറ്റീരിയലാണ്. മിറർ വർക്കൊക്കെ ഉള്ളത്, ഷിഫോൺ തുണിയും ഓർഗൻസ മെറ്റീരിയലും ഒക്കെ ആയിട്ടുള്ളത്. ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. ലൈനിങ് ഇല്ലാത്തത് ഒരു ക്ലോത്ത് മെറ്റീരിയലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം, എങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെ ഒന്ന് കണ്ടേക്കാവേ. എല്ലാം ഒരു പാകിസ്ഥാൻ ടച്ചുള്ള ഷാളുകളാണ്. നല്ല വീതി നീളമൊക്കെയുള്ള മിറർ വർക്കൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ, ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമുക്കിത് അവിടെയുള്ള ചെറുക്കൻ്റെ കൂട്ടരോ പെണ്ണിൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരേപോലെയുള്ള കളർ വ്യത്യാസമുണ്ട്, പാറ്റേൺ ഒരേപോലെ ആയിരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിടാനൊക്കെ പറ്റും. ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് അകത്തുള്ളത്. ലൈനിങ് വിത്ത് പാൻറ്റും അത് സെയിമാണ്. ഇത് എൻഡിൽ വരുന്നത് ഇങ്ങനെയാണ്. ആ പാൻറ്റിൻ്റെയും ലൈനിങ്ങിൻ്റെ തുണിയാണത്. ഇതിങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടോ, നല്ല രസമാണ്. അതങ്ങനെ മിറർ വർക്കാണത്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് ഗമ്മ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ആ മിറർ വർക്കൊക്കെ ഇളകിപ്പോവും. എന്നാലും നല്ല ഷിഫോൺ തുണിയാണ്. നല്ലൊരു തുണി, നല്ല രസമായിരിക്കും. ഈ 4XL വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തുണിയാണ് കേട്ടോ. ഷാളും ഉണ്ട്, ഷാളും വലിയ ഷാളാണ്. അത് ഓപ്പൺ ചെയ്ത് വലിയ ഷാളാണ്. അപ്പോൾ വീഡിയോയിൽ എനിക്കത് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ചേ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ വേറെ ഈ ഷാളൊക്കെ വേണമെങ്കിൽ വേറെ ഒറ്റ കളർ ചുരിദാറിൻ്റെ ഏതെങ്കിലും ഇതിനകത്തുള്ള ചുരിദാറിന് വേണ്ടിയിട്ടൊക്കെ മാച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഷാളും അതിൻ്റെ സൈഡ് പോർഷൻ കണ്ട് നല്ല വീതിയുള്ള നല്ലൊരു ഷാളും നല്ല മിറർ വർക്കൊക്കെയുള്ള ഷാളാണ്. ഇത് നമ്മൾ സെക്കൻഡ് 810ൻ്റെ തുണിയാണ് കേട്ടോ. ഇതിൽ മിറർ വർക്ക് ഇല്ലാത്ത ഒരു ഷാളിലുണ്ട്. ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ മിറർ വർക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുള്ളൊരു ക്ലോത്താണ് കേട്ടോ. നല്ല രസമാണ്. ഒതുങ്ങി നല്ല തടിയൊക്കെ ഉള്ളവർക്കൊക്കെ വണ്ണം തോന്നാതിരിക്കാനൊക്കെ നല്ലതായിരിക്കും ഈ തുണി തച്ചിട്ടാൽ കേട്ടോ. അതിൻ്റെ താഴെ പോർഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ കഴുത്ത് ഭാഗത്തായിട്ടാണ് ഒരു ബോക്സ് പോലെ വരുന്നുണ്ട്. അതിൽ ആ ചെറിയ ഹാൻഡ് വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ടോ, 4XL വരെയുള്ളവർക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല പാറ്റേൺ തുണിയുടെ ഒരു ചുരിദാർ മെറ്റീരിയലാണ്. ബാക്കിലാണ് അതേപോലെയാണ്. ബാക്കിൽ വേണം പ്ലെയിനാണ്, ഒന്നും വരുന്നില്ല. ഇത് ലൈനിങ്ങും പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ. നല്ലൊരു രസമുള്ള, നല്ല ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ അത്. അതിൻ്റെ ഷാളും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുന്നില്ല. സെയിം അതേപോലെയൊക്കെ തന്നെ. നമുക്ക് ഇതും വേണമെങ്കിൽ വേറെ ഇത് ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഷാള് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷാളിൽ മിറർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പാകിസ്ഥാൻ മോഡലിലെ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല രസമൊക്കെ ഉണ്ട്. ഇതൊരു പാർട്ടി വെയർ പോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കല്യാണം ഫങ്ഷനിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാലും ഇതിൽ ഫുള്ള് നമുക്ക് മിറർ വർക്ക് പോയിട്ടുണ്ട്. ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഫുള്ളായിട്ട് നമുക്ക് മിറർ വർക്ക് പോയിട്ടുണ്ട്. ബാക്കിലെല്ലാം അതിൻ്റെ കൈ ഭാഗത്തും ഇല്ല കേട്ടോ, മിറർ വർക്കില്ല. എന്നാലും വർക്ക് പോകുന്നുണ്ട്. നല്ലൊരു രസമുള്ള ഒരിതാണ്. അതാണ് കൈ ഭാഗം കേട്ടോ. കൈയുടെ ഭാഗത്ത് വരുന്ന അപ്പുറം ഭാഗമുള്ളതാണ് കണ്ടോ. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത്. ഇങ്ങനെയാണ് ആ ചുരിദാറിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അതിലിങ്ങനെ മിറർ വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിലുള്ളത് ഇതാണ്. നല്ല തുണിയായിരുന്നു, നല്ല കട്ടിയുള്ള നല്ല തുണി. ലൈനിങ്ങും പാൻറ്റിനുമുള്ള തുണിയാണത് കേട്ടോ. അതാണ് കൈയുടെ ഭാഗത്ത് വരുന്ന ക്ലോത്ത്, കൈയുടെ സൈഡിൽ വരുന്നത്. എന്നിട്ട് നമുക്ക് ഷാളൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ഷാളിൽ നിറച്ച് മിറർ വർക്കാണ്. സെയിം ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സെയിം ക്ലോത്ത് പോലെയാണ് ഷാളിൽ മിറർ വർക്കുണ്ട്. ബാക്കിലൊന്നും മിറർ വർക്കില്ലെങ്കിൽ പ്ലെയിൻ